2024 ജൂലൈ 30 കനത്ത മഴയിൽ കേരളം മൂടിപ്പുതച്ചുറങ്ങുമ്പോഴാണ് വയനാട് നിന്നും വന്ന ആ ദുരന്ത വാർത്ത നമ്മെ തട്ടിയുണർത്തിയത്. രാജ്യം തന്നെ വിറങ്ങലിച്ചു നിന്ന ദിവസം. മാസങ്ങൾ പിന്നിടുന്നു. പൊട്ടിയൊലിച്ചു വന്ന നാടിനെ ഒന്നാകെ തുടച്ചു നീക്കിയ ഉരുളുകൾ അവിടെ തന്നെ ഉണങ്ങിക്കിടക്കുന്നു. പക്ഷേ ദുരന്തഭൂമിയിലെ മനുഷ്യരോ? ഈ 10, 11, 12 വാർഡിലുള്ള ആളുകൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ പുറത്ത് തന്നെയാണ് ഉള്ളത്. കുറഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു 10-50 ഫാമിലി മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ മേപ്പാടി കേന്ദ്രീകരിച്ചുകൊണ്ട് വാടക വീടും മറ്റൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അവർ നിവൃത്തിയോട് കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ജില്ലയിൽ പല സ്ഥലത്താണ് ഉള്ളത്. മാനന്തവാടി, അതുപോലെ തന്നെ അമ്പലവേൽ, അതുപോലെ തന്നെ കാരാപ്പുഴ, മേപ്പാടി. ഭൂരിപക്ഷം ആളുകൾ മേപ്പാടിയാണ് ഉള്ളത്. പലരും ഇവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടി നിർബന്ധിതരായി. ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവിടുന്ന് മാറി താമസിച്ചെങ്കിലും പലർക്കും അവർ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടാതെ കിട്ടിയ സ്ഥലത്ത് താമസിക്കേണ്ട ഒരു അവസ്ഥയുള്ളത്. അതിന് ഗവൺമെൻറ് 6000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. ആ വാടക പല കുടുംബങ്ങളും ഏറ്റെടുത്ത വീടിന് അത് തികയാത്ത അവസ്ഥയുണ്ട്. ചിലവർക്ക് അത് മതി. ചില ആളുകൾ 12,000-ൻ്റെയും 10,000-ൻ്റെയും ഒക്കെ എടുത്തിട്ട് മാറി താമസിച്ചിട്ടുള്ളിടത്ത് വാടക കൊടുക്കേണ്ട, കയ്യൊന്ന് കൂട്ടി കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. ഇവിടെ താമസിച്ച 10, 11, 12 വാർഡുകളിലെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന് വെച്ചാൽ മാനന്തവാടി വരെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇത്രയും ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണങ്ങാത്ത മുറിവുമായി ദുരന്തബാധിത പ്രദേശത്തെ ആളുകൾ ഇപ്പോഴും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി, സ്വത്ത്, ജീവൻ, മനുഷ്യർ, നഷ്ടങ്ങളുടെ തീരാത്ത പട്ടികയുണ്ടായിട്ടും ഈ നാട് തങ്ങളെ ചേർത്തു പിടിക്കും എന്ന പ്രതീക്ഷയിലാണവർ. 134 കുടുംബത്തിന് ഇപ്പോഴും അടിയന്തര സഹായം 10,000 രൂപ, അതുപോലെ തന്നെ ഒരു ആൾക്ക് 300 രൂപ എന്ന് വെച്ച് കൊടുക്കുന്ന ഒരു വേജസ്, കൂലി അതുപോലും കിട്ടാത്ത ആളുകൾ, സാധാരണക്കാരായിട്ട് കിട്ടാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. വാടക 6000 ഒറ്റ കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കുറഞ്ഞ ആൾക്കാർക്ക് കയറിയിട്ടുള്ളൂ, ഇനിയും കിട്ടാനുണ്ട്. അതുപോലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചൊരു 10,000 ഉണ്ട്. ആ 10,000 ഇതുവരെ ആർക്കും കുറേ ആൾക്കാർക്ക് കിട്ടാനുണ്ട്. 9,000 കിട്ടാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കുറഞ്ഞ പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറഞ്ഞ പേർക്ക് ഇനിയും കിട്ടാനുണ്ട്. അവർ പ്രയാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ സർക്കാർ വാടക തരുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പം നമ്മുടെ സർക്കാർ ഇവിടെ ഉള്ളവർക്ക് ഒരു 10,000 രൂപ ഒരു ദുരിത ഫണ്ട്, പെട്ടെന്നുള്ള ഒരു അടിയന്തര ഫണ്ടായിട്ട് കൊടുത്തു. ആ ഒരു കുടുംബത്തിലുള്ള 2 ആളുകൾക്ക് ഒരു വേജസ് ആയിട്ട് ഒരു 9,000 രൂപ വെച്ചിട്ടും കൊടുത്തു. അങ്ങനെ 18,000 രൂപ ഒരു കുടുംബത്തിന് ഗവൺമെൻറ് സഹായം കിട്ടി. നിരവധി സഹായ വാഗ്ദാനങ്ങൾ ചുരം കയറി വയനാട്ടിലെത്തി. പക്ഷേ ദുരന്തമേറ്റുവാങ്ങിയ ആ ഗ്രാമം ഇപ്പോഴും ചിതറിക്കിടക്കുകയാണ്. നിലവിൽ ഗവൺമെൻറ് ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ സ്കൂളുകൾ, ഹോസ്പിറ്റല്, മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു രൂപരേഖ വരുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. എന്താ വെച്ചാൽ ഈ 10, 11, 12 വാർഡിലുള്ള ആളുകൾ ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് അവരെ കൂട്ടിച്ചേർത്ത് കൊണ്ട് അവിടെ വിന്യസിക്കുകയാണെങ്കിൽ, ഒരു ടൗൺഷിപ്പ് പോലെ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെ ഒരു ഉപകാരമായിരിക്കും. ശരിക്കും നമ്മുടെ ഈ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വാർഡ് അടങ്ങുന്നതാണ്. പുത്തുമല, ചൂരമല, മുണ്ടക്കൈ, അട്ടമല. ഈ 4 വാർഡിൽ പുത്തുമലേനെ ഇപ്പോൾ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു ദുരന്തം സംഭവിച്ചതിൻ്റെ ബാക്കിൽ അവർക്കും ഞാൻ മുൻപ് പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും ഈ 9ാം വാർഡിനും സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ജോലിയില്ലാതെ ഈ ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ പങ്കാളികളായിട്ടുള്ള ആ ഒരു വാർഡുകാരെ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് തഴയുക ചെയ്തത്. അവർക്കിപ്പോൾ അവർ വീട് പോയവരല്ല, അവർ ഭൂമി പോയവരല്ല എന്നുള്ളതൊരു സത്യമാണ്. പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് ഈ മത്തായി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് ഇവിടെ വാസയോഗ്യമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് പ്രഖ്യാപിച്ചു പോയത്. പിന്നെ വരുന്ന സമയത്ത് നമ്മളെ ഈ കുറഞ്ഞ ഏരിയയിലുള്ള ഒരു 300 മീറ്ററോളം ഈ പുഴയുടെ ലാവ ഇറങ്ങി വന്ന അവിടുന്ന് ഒരു 300 മീറ്ററോളം അപ്പുറത്തേക്ക് വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് ശരിക്കും സ്റ്റാമ്പ് ചെയ്തത്. ശരിക്കും അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ 300 മീറ്റർ എന്നുള്ള ഒറ്റയടിക്ക് ചുരുക്കിക്കൊണ്ട് അത് 30 മീറ്റർ ആക്കുകയും, അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം നമ്മളെ
പടവെട്ടിക്കുന്ന് ചില ഭാഗങ്ങൾ വാസയോഗ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ ഈ 10,000 രൂപയെങ്കിലും ആ വാർഡിലുള്ള ഒരു 700 കുടുംബങ്ങളുണ്ട്, അവർക്കും കൂടി സർക്കാർ കൊടുക്കേണ്ടതായിരുന്നു. അതല്ലെങ്കിൽ ഈ ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക് കൊടുക്കുന്ന ഈ അലവൻസെങ്കിലും സർക്കാർ കൊടുക്കേണ്ടതായിരുന്നു. അത് ഈ ഭാഗത്തുള്ള മൊത്തം ആളുകൾക്കും കിട്ടണം എന്നുള്ളതാണ്. എന്നാൽ അതിൽ ഇങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചു. മലയിറങ്ങി വന്ന ഉരുളൻ പാറകൾക്കടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന നമ്മുടെ സഹോദരങ്ങളെ ചേർത്തുപിടിക്കാൻ കേരളം ഒരുമിച്ചു നിന്നു. കാലം കഴിയുന്നു, എന്നിട്ടും ദുരന്തബാധിത പ്രദേശത്ത് ആശങ്കയൊഴിയുന്നില്ല. ജനങ്ങൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. ഈ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി സർക്കാർ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ. വെച്ചാൽ നമുക്ക് ഇപ്പോഴും ആ വാടകയ്ക്ക് ഇരിക്കുന്നവർക്ക് ആശങ്ക എന്താ വെച്ചാൽ ഇനി ഒരു മാസം കഴിഞ്ഞാൽ വാടക കിട്ടുമോ, കിട്ടില്ലേ, ഇനി ഈ ജോലിയില്ലാത്തൊരവസ്ഥ. പലർക്കും ജോലിയില്ല. ഇപ്പോൾ എസ്റ്റേറ്റിൽ കുറഞ്ഞ ആളുകളെ പണിക്ക് വരുന്നുള്ളൂ. ഇവിടെ 10-250 ആളുകൾ ജോലി ചെയ്തവിടെ ഇപ്പോൾ 50 ആൾ 80 ആളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ജോലി ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ്. ഇത് വൈകും തോറും ആശങ്കകൾ കൂടി വരിക. ഗവൺമെന്റിന്റെ മെല്ലപ്പോക്ക് എല്ലാവർക്കും അറിയാലോ. അതിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ, കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെ പ്രധാനമന്ത്രി വന്നു, എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി വന്നു, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സ്പീഡാക്കിയിട്ട് ഈ പോയ ആൾക്കാരെ എത്രയും പെട്ടെന്ന് പുനർജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേ വൈകുന്നതിൻ്റെ കാരണം വീട് പോകാത്തവരും വീട് വേണം വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥ വീട് പോയവരുത് സ്ഥലം അളക്കാൻ വരുമ്പോൾ അവരെ ഉദ്യോഗസ്ഥന്മാരെ തടയണേ. അത് വീട് പോകാത്ത ആൾക്കാർ, വീട് പോയ ആൾക്കാർ വീട് കിട്ടാണ്ട് സർക്കാർ ക്വാർട്ടേഴ്സും കിട്ടിയിട്ടില്ല. വേറെ വീട് അന്വേഷിച്ചു പോകണമെങ്കിൽ വാടക കൂടുതൽ. 4,000 റുപ്യൻ്റെ വാടക ഇപ്പോൾ 8,000 റുപ്യാണ്. 8,000 റുപ്യൻ്റെ വാടക ഇപ്പോൾ 12,000 റുപ്യാണ്. അങ്ങനെ പ്രയാസത്തിലാണ്. പുനരധിവാസം വൈകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ അതിൽ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. സർക്കാരിൻ്റെ ഏത് പദ്ധതിക്കും അതിൻ്റെതായിട്ടുള്ള കാലതാമസം വരും. അപ്പോൾ ആ കാലതാമസം വരുന്നത് വരെ ഇവരെ മാറ്റിപ്പാർപ്പിച്ചതിൻ്റെ വാടക സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിക്ക് നടപ്പിലാകുന്നതിന് മുമ്പ് തന്നെയുള്ള പല അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ ആ പദ്ധതിക്ക് ദോഷം ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വീടുകളും മറ്റുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ട് എവിടെയും നിൽക്കാൻ പറ്റാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ വാടകയ്ക്ക് കഴിയുന്നുണ്ട്. അവരെ കാര്യം ആദ്യം സർക്കാർ പരിഹരിച്ചു കഴിഞ്ഞാലാണ് രണ്ടാമത് ഭാഗികമായി തകർന്നവരെ വീടിൻ്റെ കാര്യം സർക്കാരിന് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഞാൻ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ്. പിന്നെ മൂന്നാമതായിട്ടാണ് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലത്തു നിന്നുള്ളൊരു മാറ്റിപ്പാർപ്പിക്കൽ സാധ്യമാവുള്ളൂ. അതിനുള്ളൊരു സാവകാശം സ്വാഭാവികമായിട്ട് സർക്കാരിന് വേണം. അപ്പോൾ അതുവരെ സർക്കാരിന് ചെയ്യാൻ കഴിയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി താമസിക്കുന്ന വീടിൻ്റെ വാടക കൊടുക്കുക, അവരെ മറ്റേതെങ്കിലും രീതിയിൽ ധനപരമായിട്ട് സഹായിക്കാനേ സർക്കാർ കഴിയുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു, അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് അത് വരും. ഒട്ടേറെ മുറവിളികൾ ഉയരുന്നു. എന്നിട്ടും ഈ ജനതയുടെ പുനരധിവാസം പിന്നെയും വൈകിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ജീവിച്ചിരുന്ന മുഴുവൻ ആശങ്കയിലാണ്. കാരണം പുനരധിവാസം വൈകുമോ, ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. ഗവൺമെൻറ്റോട് പറയാനുള്ളത് നമുക്ക് വീട് സ്ഥലം പോയതാണ്, പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് വീട് വെച്ച് തരണം, അതാണ് പറയാനുള്ളത്. ഇനി ഈ ഭാഗത്ത് വരാൻ തൃപ്തിയില്ല, താല്പര്യക്കുറവാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു വിദ്യാലയം വേണം അവിടെ, അതുപോലെ ഹോസ്പിറ്റൽ വേണം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിർബന്ധമായിട്ട് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വേഗം അത് ചെയ്തു തരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തരണം. നമ്മുടെ നാട്ടിൽ പഞ്ചായത്തിൻ്റെ ഒരു 2.5 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. അതിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്കൂളിനൊരു, അതായത് വെള്ളാർമല എന്ന് പറയാൻ ഒരു ടാബിൾ നമുക്ക് ഉണ്ടാക്കി തരും. അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി തരും. അപ്പോൾ ഈ സർക്കാർ കൊടുക്കുന്ന ഈ അലവൻസ് ഒരു 6 മാസത്തേക്ക് 3 മാസത്തേക്ക് പ്രഖ്യാപിച്ചെങ്കിൽ 1 മാസം കൊടുത്ത് അത് നിർത്തലാക്കുകയാണ് ചെയ്തത്. അതൊരു 6 മാസമെങ്കിലും ഇവിടുത്തുകാർക്ക് മുഴുവൻ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഈ 10-11 വാർഡിലുള്ള ആളുകളെ പൂർണ്ണമായിട്ടും അഡാപ്റ്റ് ചെയ്ത് ഈ ടൗൺഷിപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. അതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഡയറക്റ്റ് വീടുകൾ പോയ ആളുകൾ പ്രാഥമികമായിട്ട് പ്രൈമറി ഘട്ടം എന്ന നിലയ്ക്ക് അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ ആദ്യം ടൗൺഷിപ്പിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അടിയന്തരമായിട്ട് അവരെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ അടുത്ത മഴക്കാലം അല്ലെങ്കിൽ വർഷക്കാലം വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ 10-11 വാർഡിലുള്ള ആളുകൾക്ക് കൂടി ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ട്
അവരെയും കൂടി അഡാപ്റ്റ് ചെയ്ത് മാറ്റണം. ഇനി ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ജീവൻ പോലും ഇവിടെ പൊലിയാൻ പാടില്ല. നഷ്ടങ്ങളുടെ ഭാരമറിഞ്ഞ ഈ മനുഷ്യർക്കെല്ലാം ഒരേ സ്വരമാണ്: ഇനിയൊരു പ്രകൃതി ദുരന്തം കൂടി വന്നാൽ ഒരു മനുഷ്യജീവൻ പോലും നഷ്ടപ്പെടരുത്. ദുരന്തം ബാധിച്ചതിൻ്റെ നീറിപ്പുകയുന്ന വേദന മാറ്റാൻ ആർക്കും കഴിയണമെന്നില്ല. പകരം തകരാതെ പിടിച്ചു നിൽക്കാൻ സുരക്ഷിത സ്ഥാനത്ത് ഇവർക്കായി ഭവനങ്ങൾ ഒരുക്കണം. പുനരധിവാസത്തിന് വേഗം കൂടണം.